മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഓരോരോ കാരണങ്ങൾക്ക് വാശി പിടിച്ച് അങ്ങനെ അലീനയുടെ ദേഷ്യത്തിനും പിണക്കത്തിനും മുന്നിൽ സ്റ്റാൻലി മുട്ടുമടക്കണ്. അതായത് വെള്ളം വരെ പാവപ്പെട്ടവരുടെ വെള്ളം വരെ പിടിച്ചു വെച്ചിട്ടുള്ളൊരു ബിസിനസ് നടത്താൻ പോലും സ്റ്റാൻലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കിയതും അതും അലീനയുടെ സംസാരത്തിൽ നിന്നും അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷമാവണം അലീനയ്ക്ക്. സ്വന്തം പപ്പേരെ കൈ പിടിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോഴും പിന്നെയും ഇതേപോലെ തന്നെ ഓരോന്നൊക്കെ അലീന പറയും. അങ്ങനെ അനാഥാലയം എന്ന് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര ദേഷ്യമാവണം. പല അനാഥാലയത്തിൻ്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുതെന്ന് പറയുന്നുണ്ട്. കാരണം അയാൾക്ക് അറിയില്ലല്ലോ. ആൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല എൻ്റെ മോൾ അനാഥാലയത്തിലാണെന്നുള്ള കാര്യം. ഞാൻ അറിഞ്ഞത് ഇപ്പം അടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും അലീന പിണങ്ങിക്കൊണ്ട് പറയുന്നു, എന്നെ അവിടെ നിന്നല്ലേ കിട്ടിയത്, എന്നെ അവിടെ തന്നെ കൊണ്ടാക്കിക്കോ, എനിക്ക് അനാഥാലയം എന്ന് പറയാൻ ഒരു മടിയില്ല, ഞാൻ ഇനിയും ആയാലും അനാഥാലയത്തിൽ കഴിയാനും എനിക്കൊരു മടിയില്ല, എൻ്റെ 22 വർഷം 23 വർഷമോ ഞാൻ അവിടെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. പിന്നീട് വല്യപ്പച്ചനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, ചിലതൊക്കെ അവൾ പറയുമ്പോൾ കേട്ട് നിൽക്കാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല, അത് നിങ്ങൾക്ക് പൊള്ളും എന്ന് പറയുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വല്യപ്പച്ചനും എല്ലാവരും. രഹസ്യമായിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ അവിടെ എത്തിക്കാൻ എല്ലാവരുടെയും മൗന സമ്മതം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അലീന ഓരോന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കേണ്ടി വരുന്ന കുട്ടിച്ചായനും സ്റ്റാൻലി ജോസഫിനും. ഇതേപോലെ തന്നെ നെടുമ്പുരയ്ക്കിൽ അലീനയ്ക്ക് പകരം പുതിയൊരു വേലക്കാരിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വൈജയന്തി. ഇപ്പോൾ തൽക്കാലം ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് വൈജയന്തി. അതിന് ശേഷം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ അമ്പും വില്ലും മലപ്പുറം കത്തിയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. അതെന്താ കുഞ്ഞ് അങ്ങനെ, ഇവിടെ പിടിച്ചേക്കണമെങ്കിൽ അതൊക്കെ വേണം, അറിയില്ലേ, അതൊന്നും അമ്മ പറഞ്ഞു തന്നില്ലേന്ന് ചോദിക്കും. അപ്പോഴത്തേനും ആ സ്ത്രീ ആകെ പേടിച്ചിങ്ങനെ വരണ്ട് നിൽക്കണം, ഇവിടെ എന്താണ് അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ട്. ബാലചന്ദ്രനാണെങ്കിലും വേലക്കാരന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ബാലചന്ദ്രനും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.